പത്തരമാറ്റിലാണെങ്കിൽ ഇന്ന് കാണാനായിട്ട് കഴിയുന്നത് നമ്മുടെ അവന്തികയുടെ അടുത്ത് നാഗേന്ദ്രനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്. അതായത് ഈ അനിയും നന്ദുവും അത്ര വലിയ ഇഷ്ടത്തിലാണോ എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അതേച്ച അനിയേട്ടന് ആര് നന്ദു എന്ന് പറഞ്ഞാൽ ജീവനാണ്, പ്രാണനാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നീ എങ്ങനെയെങ്കിലും അനിയെ സ്വന്തമാക്കിയേ മതിയാവുകയുള്ളൂ. അതിനുശേഷമേ നിൻ്റെ മുഖം മൂടി അഴിയാനായിട്ട് പാടുള്ളൂ എന്ന് പറയുന്നു. നിനക്ക് അനിയെ ലഭിക്കാൻ വേണ്ടി ഇനി ഞാൻ വേണമെങ്കിൽ ആ നന്ദു എന്നവളെ ഇല്ലാതാക്കാൻ ശ്രമിക്കാമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ അതത്ര പോസിബിളല്ലാച്ച എന്ന് പറയുമ്പോൾ അതും എനിക്കറിയാം മോളെ. 4-5 കരുത്തരായ ആണുങ്ങളെ ഒറ്റയ്ക്കടിച്ചിടാൻ കൽപ്പുള്ളവളാണ് നന്ദു. അന്ന് എൻ്റെ കെണിയിൽ കുടുങ്ങിയതാണ്. ആദർശ് വന്നില്ലായിരുന്നെങ്കിൽ അവളുടെ കഥ ഞാൻ കഴിച്ചേനെ, തീർത്തേനെ എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. കൂടാതെയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അനിയാണെങ്കിൽ നന്ദുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, വിവാഹ നിശ്ചയം മുടങ്ങിയിട്ടുണ്ട്, നീ വിളിച്ചു പറഞ്ഞു എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞതുകൊണ്ടാണ് വിവാഹ നിശ്ചയം മുടങ്ങിയത്. പക്ഷേ ഇപ്പോൾ എല്ലാം നിൻ്റെ തലയിൽ വന്ന് കിടക്കുകയാണ് എന്ന് പറയുന്ന കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നന്ദു, നീ നിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നിനക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പറയുന്നത് കാണാൻ കഴിയും, സാധിക്കും. ഇതേ സമയമാണെങ്കിൽ എനിക്കത് മനസ്സിലായി. ഞാൻ വിളിച്ചു പറഞ്ഞത് എൻ്റെ ഉത്തരവാദിത്തമാണ്. എനിക്ക് വേണമെങ്കിൽ അവിടെ വന്ന് ഇത് പറഞ്ഞ് നിൻ്റെ വിവാഹ നിശ്ചയം മുടക്കാമായിരുന്നു. അപ്പോൾ എനിക്കെതിരെയുള്ള ഹെയ്റ്റ് വളരെ കൂടുതലായി വരും. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ഇല്ലാതെ, അതായത് ഞാൻ ഒരിക്കലും അങ്ങോട്ട് വരാതെ ഇരുന്നത്, മുത്തശ്ശനോട് മാത്രം പറഞ്ഞത് എന്ന് പറയുന്നു. ഒടുവിലിപ്പോൾ തനിക്ക് മാത്രമായോ കുറ്റം എന്ന് ചോദിക്കുന്നതും കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. കൂടാതെയെങ്കിൽ നമ്മുടെ നന്ദു വീട്ടിലേക്ക് എത്തുകയാണ്. നന്ദു വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ അമ്മ കനകയാണെങ്കിൽ നന്ദുവിനോട് പറയുകയാണ്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് നന്ദു? നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടില്ലേ, ആവശ്യമില്ലാതെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറരുത്, ചെല്ലരുതെന്ന്. എന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ നന്ദുവാണെങ്കിൽ പറയാണ്, ഞാൻ എന്ത് ചെയ്തെന്നാണ് അമ്മ പറഞ്ഞു വരുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വിവാഹ നിശ്ചയം മുടക്കാൻ ശ്രമിച്ചിട്ടില്ല. വെറുതെ എന്നെ കുറ്റം പറഞ്ഞാൽ ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോകേണ്ടി വരും. എല്ലാ ദിവസവും ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. തൻ്റെ ചെവിക്ക് ഒരു സ്വൈര്യം പോലും കിട്ടുന്നില്ല എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ കനക പറയുന്നുണ്ട്, എങ്കിൽ നീ ഇറങ്ങിപ്പോക്കൂടി എന്ന് പറയുന്നത് കാണാൻ കഴിയും, സാധിക്കും. ഇവിടെയാണെങ്കിൽ നാഗേന്ദ്രൻ്റെ ബാക്കി ചിത്രം പകുതി. നാഗേന്ദ്രൻ ആരാണ്, എന്താണ്, എങ്ങനെയാണ് പുറത്തായത് എന്ന് അറിയാനായിട്ട് ആദർശ് ഇറങ്ങിത്തിരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ ദേവയാനിയോട് തിരക്കുന്നു. ദേവയാനിക്ക് അറിയില്ല എന്ന് പറയുന്നു. അപ്പോഴാണെങ്കിൽ അറിയാവുന്ന ഒരാളുടെ പേര് പറയുമ്പോൾ ആളെ കണ്ട് കാര്യം ചോദിക്കാൻ, വിവരമറിയാനായിട്ട് നമ്മുടെ ആദർശ് പോകുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അങ്ങനെ നാഗേന്ദ്രൻ്റെ പേര് പറയുമ്പോഴേക്കും അയാൾ ഞെട്ടി വിറയ്ക്കുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. എന്താണ് തെറ്റെന്നൊന്നും നമുക്ക് അറിയില്ല എന്ന് കാണാം. അപ്പോൾ റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. തെറ്റുകുറ്റങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ
വാച്ചിങ്. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണണേ.